പ്രാർത്ഥിക്കുന്നു. ഹോ താങ്ക് യു ജീസസ് കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഒരു അർത്ഥം ചെയ്യുന്ന ഇന്ന് പകർത്താൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള മന്നയം പെരുമാറാമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദിനജയം പെരുമാറാമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹോ ബാബ നല്ല വചനത്തിൽ പെരുമാറാമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാഹചര്യത്തിൽ കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരെങ്കിലും ഭക്ഷണത്താലോ ഭാരത്താലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അവർക്ക് വേണ്ടി കർത്താവ് ഒരർത്ഥം ചെയ്യണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് വരാൻ പറ്റാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് ഈ ആത്മസാന്നിധ്യം കർത്താവെ അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക മകത്ത് അവരുടെ കുടുംബത്തിലേക്ക് വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമകത്വം ഇന്ന് പകൽ വെളിപ്പെടണമേ, അത്ഭുതം ചെയ്യണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ പണ്ട് പാടി താൻ പാടുകയാണ് ആകുലമില്ല എന്നുള്ള ഗാനത്തിൽ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കും.
കർത്താവ് നമ്മുടെ പടകിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഹാലലിയ. കഴിഞ്ഞ ദിവസക്കാലം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റി, ആ ചേച്ചിയുടെ മക്കളുടെ മകൻ 3 വയസ്സുള്ളത്. ആ 3 വയസ്സുള്ള ഒരു കൊച്ച് വേറെ പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അതിന് ഗോതമ്പ് കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഗോതമ്പ് കൊടുക്കിയിട്ട് ആ 3 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു പോയി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം 3 വയസ്സുള്ള ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ലോകം കാണാൻ തുടങ്ങുന്നുള്ളതാണ്. അവൻ ലോകം എന്താണ്, അവൻ ലോകത്തിൽ ആരെങ്കിലും ഇതൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ലോകം നഷ്ടപ്പെട്ടു പോയി. ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുക, കർത്താവ് ഞങ്ങളൊക്കെ എത്ര ഭയങ്കരമായിട്ടാണ് കർത്താവ് കാത്തു സൂക്ഷിക്കുന്നത്. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നു. എന്തിനാ? ശത്രു അതിനെ തൊടാതിരിക്കാൻ, ശത്രു അതിനെ കൊണ്ടുപോകാതിരിക്കാൻ. എന്നതുപോലെ കർത്താവ് എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മളെ പരിപാലിക്കുന്നത്. ആ കർത്താവിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. ആ കർത്താവാണ് നമ്മളെ നയിക്കുവാൻ യോഗ്യനായിരിക്കുന്നത്, നമ്മുടെ ശക്തനായിരിക്കുന്നത്, നമ്മൾക്ക് പോകേണ്ട വഴികളെ കാണിച്ചു തരുന്നത് ആ കർത്താവാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സന്തോഷമുള്ള കർത്താവിനെ പാടി ആരാധിക്കാൻ, ആ 2 കരങ്ങളെ ചേർത്തൂടെ കർത്താവിനെ പാടി ആരാധിക്കാൻ. നയിക്കുവാൻ യോഗ്യൻ, പിടിപ്പാൻ ശക്തൻ, അവൻ ആരിലും ശ്രേഷ്ഠൻ, വലിയവൻ. അങ്ങനെ ചേർന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട്
ഈ കർത്താവ് ആരെങ്കിലും പ്രയാസത്തോടെ ഇരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, ഹാലൂയ, നിങ്ങളുടെ വിടുതലിന്റെ പകലാണ്. നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, ശാപം സൗഖ്യമായ എന്റെ രോഗങ്ങൾ ഇന്ന് പകൽ ഒരു വിടുതൽ ഇതിന്റെ അകത്ത് ചലിക്കട്ടെ. ആരെല്ലാം സമർപ്പിക്കുന്നോ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്താണ് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നത്. യേശു മാത്രമാണ് എന്റെ കർത്താവ്. ഈ പട്ടണത്തിന്റെ അകത്ത് നമ്മളിലൂടെ യേശു കർത്താവ് വിളിക്കുന്നു.
ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ പകർത്താൻ വാഴ്ചപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് സഹായിച്ചത് നന്ദി പറയുന്നു. പല സ്ഥലങ്ങളിലും ആരാധന തുടങ്ങാൻ പറ്റാതെ പലരും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ കർത്താവ് സഹായിച്ചത് അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എവിടെ നിന്ന് ആരാധിച്ചാലും ആ ആരാധനയ്ക്കകത്ത് എന്തുണ്ട്? മഹത്വമുണ്ട്. ഇതിനകത്തൊരു ഗ്ലോറി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സഭ വലിയ ചർച്ച ആകണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി ജനം വേണമെന്നോ നമ്മൾ ആഗ്രഹിക്കേണ്ട. വചനം പറയുന്നത് എന്താ? 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഇത് പകർക്കാല കർത്താവ് യേശുക്രിസ്തു ഇവിടെ വന്നിരിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ ദൈവസാന്നിധ്യത്തിലായിരിക്കുന്നത്. തുടർന്നുള്ള നിമിഷക്കാലം അല്പസമയം വചനത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ ചെറിയൊരു വചനഭാഗം എന്നോട് കർത്താവ് കഴിഞ്ഞ ദിവസക്കാലം ഇടപെട്ടു. അതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാടിനും ആ അറിവിൽ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു വേദഭാഗം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. കരങ്ങളിലേക്ക് സൂചിച്ചാൽ അവിടെ വായിക്കുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞാൽ എനിക്കറിയാം, ഇന്ന് ഇവിടെ കാണുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി നിർത്താൻ കാരണം നമ്മളെല്ലാം നല്ല കുട്ടികളാണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു. ആമേൻ. ഈ അറ എന്ന് ഉദ്ദേശിക്കുന്ന യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ അവരൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ഭവനമുണ്ടെങ്കിൽ അവർ പ്രത്യേകമായി വേർതിരിച്ച്, അതായത് തട്ടിൻ്റെ മുകളിൽ, നമ്മൾക്ക് തട്ടിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ പണ്ടത്തെ വീടുകളൊക്കെ നോക്കുവാണെങ്കിലാണ് അങ്ങനെയുള്ള സന്ദർഭം കാണാൻ പറ്റുന്നത്. തട്ടിൻ്റെ മുകളിൽ സെപ്പറേറ്റ് വേർതിരിച്ച ഒരു ഭവനം ഉണ്ടാകും. ഒരു റൂം ഉണ്ടാകും. ആ റൂം അവർ പ്രാർത്ഥനാ മുറിയായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ആ ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വചനം ഇവിടെ പറയുന്നത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? വാതിൽ അടയ്ക്കണം. ഇന്ന് പലരും അടയ്ക്കേണ്ടത് പലതും അടയ്ക്കാതെയാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവ് തന്നെ സംബന്ധിച്ച് താൻ ക്രൂശിക്കപ്പെടുമെന്നും അവനൊരു ക്രൂശീകരണം തൻ്റെ മുമ്പിലുണ്ടെന്നും അറിയാം കർത്താവിന്. ഇതെല്ലാം പറഞ്ഞിട്ടും താൻ ക്രൂശീകരണത്തിന് മുമ്പ് എന്ത് ചെയ്തു? പിതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ബലപ്പെട്ടതിന് ശേഷമാണ് കർത്താവ് ക്രൂശീകരണത്തിന് ഏൽപ്പിക്കപ്പെടാനിടയാക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രതിസന്ധി വരുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു അത്ഭുതം കാണാനായിട്ട് ഇടയാത്തി. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. യേശുവേ അല്ലെങ്കിൽ കർത്താവേ എന്നൊരു മനുഷ്യൻ വിളിച്ചാൽ അതൊരു പ്രാർത്ഥനയാണ്. ഇന്ന് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ കാണാൻ പറ്റുന്നുണ്ട്. ആമേൻ. പ്രാർത്ഥന ചുരുക്കി പ്രാർത്ഥിക്കാം, ബുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, വലുതായി പ്രാർത്ഥിക്കാം, പരിജ്ഞാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ബുദ്ധിയുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കത്തോലിക്ക അല്ലെങ്കിൽ ഏകദേശം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ IPC സഭകളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ മുതിർന്നവർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ ഇവരൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ച പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളത് ശ്രദ്ധിച്ചാൽ അറിയാം. അവർ തുടങ്ങുന്നത് കർത്താവ് യേശുവേ എന്നൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സൺഡേയിലെ പ്രാർത്ഥിക്കണമെങ്കിൽ സഭയിലെ മൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ പഠിച്ച പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് എത്ര വർഷം ചെന്നാലും അവർ ചാവാറായാലും അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് ബുദ്ധിയുടെ പ്രാർത്ഥന. ആ പഠിച്ച പ്രാർത്ഥന ഒരിക്കലും മറക്കത്തില്ല. അടുത്തത് പരിജ്ഞാനത്തിൻ്റെ പ്രാർത്ഥന. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാം എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് തന്നെ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഉദാഹരണം പണ്ടൊരു ദേവദാസൻ പറഞ്ഞാണ്. തൻ്റെ മകനെ യാത്ര അയക്കുന്നതിന് എങ്ങോ ഒരു ദൂരേക്ക് പോകാൻ വേണ്ടി യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് താൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്.
അപ്പോൾ ആ ദേവദാസന്റെ കൂടെ ഒരു സഹപ്രവർത്തനമുണ്ട്. ആമേൻ. അപ്പോൾ ഇതിന് യാത്ര ഇങ്ങനെ ഏതാണ്ട് ചില മണിക്കൂറുകൾ മാത്രമാണ്. ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ മകൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് പോകാൻ പറ്റും. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, എൻ്റെ മകന് വേണ്ടി എപ്പോഴും ഞാനാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, സഹോദരൻ പ്രാർത്ഥിക്കുക എന്ന് പറയാം. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പോകും. ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില സമയം കഴിയുമ്പോൾ അത് പുറപ്പെടും. അങ്ങനെ ഇദ്ദേഹം അഖിലാണ്ടത്തെ സൃഷ്ടിച്ച കർത്താവേ, സ്വർഗ്ഗസ്ഥനായ ദൈവമേ എന്ന് പറഞ്ഞ് തുടങ്ങി. പ്രാർത്ഥന എന്ത് ചെയ്ത് നിർത്തുന്നില്ല. മകൻ എന്ത് ചെയ്തു? ട്രെയിനിൽ കയറി അങ്ങ് തൃശ്ശൂരെത്തി. പ്രാർത്ഥന കഴിഞ്ഞ് ആമയും പറഞ്ഞപ്പോൾ ഈ പപ്പ പറയാണ്, ദേവദാസന് എൻ്റെ മകൻ തൃശ്ശൂർ എത്തിയിട്ടോ, എനിക്കൊരു കോൾ വന്നെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പലരും പ്രാർത്ഥിക്കുന്നത് എന്താ എന്ന് പോലും ഒരു ബോധവുമില്ലാതെ, നമ്മുടെ പച്ച മലയാളത്തിൽ പറയുന്നത് ഒരു വെളിവ് പോലും ഇല്ലാതെയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. നാം എവിടെയായിരിക്കുന്നു എന്നുള്ളൊരു ബോധത്തോടു കൂടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അടുത്തത് ഒരു ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. ആത്മാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബുദ്ധിയിൽ നിന്ന് തുടങ്ങും. കർത്താവേ സ്തോത്രം, കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഇന്ന് പകൽ ഞങ്ങളായിരിക്കുന്ന ഓർത്ത് ഇങ്ങനെ തുടങ്ങി ആത്മീക മണ്ഡലത്തിലേക്ക് കയറും. ആത്മാവിൻ്റെ തലത്തിൽ കയറും. ആ തലത്തിൽ കയറുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത് നടക്കട്ടെ. അസാധാരണ മണ്ഡലം ഇതിൻ്റെ അകത്ത് വെളിപ്പെട്ട് ഈ രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും ആത്മാവിൻ്റെ പ്രാർത്ഥന. നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചത് ഏതാ? നമ്മളെ ആയിരിക്കുന്ന എവിടെ ആയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ കസേരയിലാണ് ഇരിക്കുന്നത്, ഞാൻ കസേരയിലാണ് ഇരിക്കുന്നത്, ഞാൻ റൂമിൻ്റെ അകത്താണ് ഇരിക്കുന്നത് ഇന്നുള്ള ബോധ്യത്തോടെ തുടങ്ങിയിട്ട് ആത്മാവ് കയറി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ രീതി മാറുമ്പോൾ പിന്നെ നമ്മളൊരു പക്ഷേ അറിയത്തില്ല, എവിടെ ആയിരിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നീട് നമ്മൾ ആത്മീക മണ്ഡലത്തിലേക്കാണ് കയറുന്നത്. ആത്മീക മണ്ഡലത്തിലേക്ക് കയറുമ്പോൾ യേശു കർത്താവെ ഇപ്പോൾ അത് സംഭവിക്കട്ടെ, ഞങ്ങൾക്ക് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ വിളിച്ചു വരുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ അത് എൻ്റെ മേൽ നടക്കട്ടെ. ഇങ്ങനെ അധികാരത്തിന്റെ പ്രാർത്ഥന, ഒരാത്മാവിന്റെ പ്രാർത്ഥന വെളിപ്പെട്ടു വരും. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് പറയാം. നിന്റെ സാധാരണ പ്രാർത്ഥനകളെ മാറ്റിവെച്ചിട്ട് അസാധാരണമായ മണ്ഡലത്തിലേക്ക് കയറുന്ന, ഒരാത്മാവിന്റെ നിയോഗത്തിലേക്ക് കയറുന്ന, ആത്മീക അന്തരീക്ഷത്തിലേക്ക് കയറുന്ന, ആത്മീക വെളിപ്പാടിന്റെ മണ്ഡലത്തിലേക്ക് കയറിക്കൊണ്ടെന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നതാണ്. ഇന്ന് ഞാൻ ഈ മയക്കം പിടിച്ച് ഇവിടെ നിൽക്കുന്നതും ഒരു പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ എൻ്റെ പ്രാർത്ഥന വളരെ കുറവാണ്. എന്നാൽ പോലും എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥന ഒരു പിൻബലമാണ്. കാരണം ഇന്ന് ഈ ദേവദാസൻ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ്. അവൻ സഭ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ദേവദാസൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്നതും എൻ്റെ പുറകിൽ ഏതോ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ്. ഇന്ന് ഞാൻ പറയട്ടെ, പ്രാർത്ഥനയ്ക്കകത്ത് ചിലതിനെ പിടിച്ചു നിർത്താൻ കഴിയും. പ്രാർത്ഥനയ്ക്കകത്ത് ചിലതിനെ വിളിച്ചു വരുത്താൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മറുപടിയുണ്ട്. ആമേൻ. നമ്മൾ ഏതെങ്കിലും ഭാരത്താലാണ് ഇരിക്കുന്നത്, പ്രയാസത്താലാണ് ഇരിക്കുന്നത്, പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത്, തീർച്ചയായിട്ടും അതിനൊരു മറുപടിയുണ്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മടുപ്പ് വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. ഒരിക്കലും ഒരു ദൈവഭക്തൻ, ആമേൻ ആമേൻ, അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരു ദൈവഭക്തനാണ്. അദ്ദേഹം ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനാണ്. ആമേൻ. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. അദ്ദേഹത്തിന് ഒരു ഓഫനേജ് ഉണ്ട്. ആമേൻ. ആ തന്റെ ഓഫനേജിന്റെ അകത്ത് എല്ലാ ദിവസവും ഭക്ഷ്യസാധനങ്ങളുണ്ട്. മനോഹരമായി ആമേൻ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഓഫനേജ്. ഒരു ദിവസം ആമേൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫനേജിന്റെ അകത്ത് ഫുഡ് ഐറ്റംസ് തീർന്നുപോയി. താൻ വിഷമിക്കാൻ തുടങ്ങി. കർത്താവ് ഇനി എന്ത് ചെയ്യും? ആമേൻ. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കണമെന്ന് കർത്താവേ, ഞാൻ എന്ത് ചെയ്യും കർത്താവേ? ആമേൻ. ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥന മുറിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എനിക്ക് വേണ്ടി ഒരു കിളിവാതിലെ തുറക്കണമേ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ കർത്താവേ. ആമേൻ. തന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ത് ആഹാരം കൊടുക്കുമെന്ന് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നിമിഷമുണ്ടല്ലോ, നോക്കിക്കേ, ആ പട്ടണത്തിന്റെ അകത്തൂടെ ഒരു കാളവണ്ടിക്കാരൻ ആമേൻ ചില ഭക്ഷ്യസാധനങ്ങളുമായി പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുക. അദ്ദേഹത്തിന് വേറെ എന്തോ ഉപകാരമുണ്ട് ആ ഭക്ഷ്യസാധനങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്ത് കറക്റ്റ് ഈ ദൈവദാസന്റെ ഓഫനേജ് എവിടെയായിരിക്കുന്നോ ആ പട്ടണത്തിന്റെ അകത്ത് അവിടെ വെച്ച് ആ കാളവണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ആമേൻ. ആ കാളവണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്യും? ഒത്തിരി ഭാരമുള്ള ലോഡാണ്. ഇനി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഇനി അദ്ദേഹത്തിന് ഒരു യാത്ര മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അദ്ദേഹം ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ എന്ത് ചെയ്യും? അടുത്തുള്ള കടക്കാരനോട് ചോദിച്ചു, ഈ ലോഡ് ഞാൻ അല്പം ഇവിടെ ഇറക്കി വെച്ചോട്ടെ, എൻ്റെ കാളവണ്ടിക്ക് അല്പം ബ്രേക്ക് ഡൗൺ ആയിരിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഇവിടെ
ഇവിടെ അടുത്തൊരു ഓഫനേജ് ഉണ്ട്. ആ ഓഫനേജിലേക്ക് നിങ്ങൾ അത് ഭക്ഷ്യസാധനങ്ങൾ ഇറക്കി വെച്ചോളാൻ പറഞ്ഞു. ആമേൻ. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറയോ? ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എനിക്ക് വേണ്ടി ഒന്ന് കരുതണമേ, ഏരിയാവിന് കാക്കി വിട്ട കർത്താവേ എനിക്ക് വേണ്ടി ഒന്ന് കരുതണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും അറിയുന്നില്ല, മറുപടിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവപ്രവൃത്തി? അവൻ ആ മനുഷ്യൻ കടന്നു വന്നു, ഈ ഓഫനേജിന്റെ അകത്ത് വന്ന് മുട്ടി ഇദ്ദേഹത്തോട് പറഞ്ഞു, ദേവദാസനെ ഹല്ലേലൂയ, എന്റെ കാളവണ്ടി പകുതി വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ഈ കാളവണ്ടിക്കകത്ത് മുഴുവൻ ഭക്ഷ്യസാധനങ്ങളാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇത് നിങ്ങൾ എടുത്തോ, ഇനി എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയി. നിങ്ങൾ നോക്കിക്കേ, ഒരു പ്രാർത്ഥനയുടെ മറുപടി അവന്റെ കണ്ണിന്റെ മുന്നിൽ വെളിപ്പെട്ടില്ലേ? ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതനെ വേണ്ടി കരുതുവാൻ ശക്തനാണ്. ഏരിയാവിനെ കാറ്റ് വേണ്ടി കരുതുന്നത് പോലെ ഇന്ന് പകൽക്കാലം കരുതുവാൻ ശക്തനാണ്. ആ ദൈവഭക്തന്റെ പേരെന്താണെന്ന് അറിയാമോ? ജോർജ് മുള്ളർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുറിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ അറിയുന്നില്ല, ദൈവദാസൻ അറിയുന്നില്ല, പ്രിയാന്റി അറിയുന്നില്ല, എന്നാൽ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ മുറിക്കകത്ത് കടന്ന് വാതിലടച്ചുകൊണ്ട് നീയും പിതാവുമായിട്ടുള്ള ഒരു കണക്റ്റിങ് അറിയുന്ന ഒരുവനുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതോ, അവൻ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മറുപടിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. പ്രിയ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുക. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അവനെ കൊല്ലും, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അവൻ പുറത്തു വരുമോ എന്നറിയത്തില്ല. അവൻ ബന്ധിക്കപ്പെട്ടവനായി അവൻ കിടക്കുക. എന്നാൽ ഇതറിഞ്ഞ സഭ, സഭയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ മറുപടി മൂലം ഇതാ പത്രോസിന്റെ മേലേക്ക് അവനൊരു ദൂതൻ ഇറങ്ങിയിട്ട്, ആ കാരാഗൃഹത്തിന്റെ അകത്ത് ഒരു ദൂതൻ ഇറങ്ങിയിട്ട് ഒന്നാം വാതിൽ തുറന്നു, രണ്ടാം വാതിൽ തുറന്നു, മൂന്നാമത്തെ വാതിൽ തനിയെ തുറന്നു. ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തുറക്കാത്ത വാതിലുകൾ തനിയെ തുറക്കപ്പെടുന്നു. ആത്മാവിലൊന്ന് കണ്ട് നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തനിയെ തുറക്കുന്നത്. അവൻ സ്വാഭാവികമായി ചിന്തിക്കുവാണെങ്കിൽ ഒരിക്കലും തുറക്കാത്ത ഒരു വാതിലാണ്. അവൻ അസാധാരണമായി ഇരുമ്പ് വാതിൽ അവന്റെ മുമ്പിൽ തനിയെ തുറന്നു. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും വാതിൽ തുറക്കാതിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം വാതിൽ തുറക്കപ്പെടട്ടെ. അധികാരത്തോടെ നിങ്ങൾ കൽപ്പിക്കുക, തുറക്കപ്പെടട്ടെ. അടുത്ത പ്രാർത്ഥന അന്യഭാഷയുടെ പ്രാർത്ഥനയാണ്. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ സ്വന്തം ഭാഷയിൽ നിന്നാണ്. കർത്താവ് ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ഇങ്ങനെയുള്ള ഭാഷയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്തത് ആത്മാവിന്റെ ഭാഷ, അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ അന്യഭാഷ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചില ആത്മീക മണ്ഡലങ്ങൾ നിന്റെ അകത്ത് വെളിപ്പെടും. കാരണം എന്ന വചനം പറയുന്നു, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അടുത്തിരിക്കുന്ന വ്യക്തിയോടല്ല, ദൈവത്തോട് തന്നെയാണ്. ഇന്ന് പകൽ നീ ഉള്ള അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു നോക്ക്. ഇന്ന് പകൽ അന്യഭാഷയ്ക്കകത്ത് ചിലതിനെ തകർക്കാൻ കഴിയും. അന്യഭാഷയ്ക്കകത്ത് ചില ശത്രുവിന്റെ കോട്ടകളെ തകർക്കാൻ കഴിയും. ആമേൻ. ഇന്ന് പകൽ നിങ്ങളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. കർത്താവ് ഒരു അത്ഭുതം നിങ്ങളുടെ അകത്ത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. പ്രാർത്ഥന മനുഷ്യരെ നമുക്ക് വചനത്തിന്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അബ്രഹാം പ്രാർത്ഥിക്കുന്നവനായിരുന്നു, പൗലോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഹന്നയെ നോക്കിക്കേ, ഹന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഹന്നയ്ക്ക് തലമുറകൾ ഉണ്ടായിരുന്നില്ല. വളരെ വിഷമത്താലും ഭാരത്താലും ഇരുന്ന ഹന്നയ്ക്ക് ആമേൻ തലമുറകളെ കൊടുത്ത് ദൈവം മാനിച്ചു. അതെന്താ? ഒരു പ്രാർത്ഥനയുടെ മറുപടി, ഒരു പ്രാർത്ഥനയുടെ പിൻബലം. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നലകളിൽ നിങ്ങൾ എവിടെയാണ് തലകുലിച്ചത് അവിടെ നിങ്ങളെ മാനിക്കുന്ന ഒരേ ഒരു സബ്ജക്റ്റുള്ള പ്രാർത്ഥന. ഇന്ന് പകൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്ക്. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയെ മാറും. പ്രാർത്ഥന സ്ഥിതിയെ മാറ്റും. ഇന്നലകളിൽ നിങ്ങൾ ആയിരുന്നത് വേറെ അവസ്ഥയിലായിരുന്നേക്കാം, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ സ്ഥിതിയെ മാറും. ഒരു കാര്യം ഞാൻ പറയാം, പ്രവർത്തിക്കുന്നവനെ ലോകം അറിയുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനെ ഇതിന്റെ നടുവിലുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? കർത്താവിനോട് പറ, കർത്താവേ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഓ ശാഖാചാരണ ഇന്ന് പകൽ ആരൊക്കെ പറയുന്നു അവരുടെ മേലേക്ക് ഒരു പ്രാർത്ഥനയുടെ വരത്തെ കർത്താവ് അയക്കുന്നു. ആമേൻ. അപ്പോൾ നാം എന്ത് ചെയ്യുക? ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അന്നയെ നോക്കിക്കേ. അന്ന അവൻ തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ആ ദേശത്ത് തലകുനിച്ചു, പട്ടണത്തിൽ തലകുനിച്ചു, ദൈവസഭയ്ക്കകത്ത് തലകുനിച്ചു. എന്താണ്? തലമുറയില്ല. എന്നാൽ അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട്
ഒരു തലമുറ അവർക്ക് കൊടുത്തു. ആ തലമുറയുമായിട്ട് എവിടെയെല്ലാം പരാജയപ്പെട്ടോ, എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടോ, അവിടെയെല്ലാം അവൻ യാത്ര ചെയ്തു. ഇത് കണ്ട എന്റെ മറുപടി, ഇതാണ് എന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകർക്കാലം ഞാൻ പറയാം, എവിടെയെല്ലാം നിങ്ങൾ തലകുനിച്ചോ ആ പട്ടണത്തിന്റെ അകത്ത് നിന്നെ മാനിക്കാൻ പോകുന്നു. ഓ ശേഖരളവ എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. ഒന്നാത്മാവിൽ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് ഒരാത്മാവിന്റെ പ്രാർത്ഥന ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ഓരോ ശക്തിയോടെ ഒരാത്മാവിന്റെ പ്രാർത്ഥന ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ഇതുവരെ മലയാളത്തിൽ പ്രാർത്ഥിച്ചു, ഓരോ ഭാഷയിൽ പ്രാർത്ഥിച്ച് ഒരാത്മാവിന്റെ തലം ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം പ്രതികരിക്കുന്ന നിങ്ങളുടെ മേലേക്ക് ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വ്യത്യാസത്തെ കർത്താവ് കൊണ്ടുവരാൻ പോകുന്നു. പ്രാർത്ഥന സാധാരണ പ്രവർത്തനമായിരുന്നു. ഇതുപോലെ അഭിഷേകത്തിന്റെ നിയോഗത്തിന്റെ പ്രാർത്ഥന ഇപ്പോൾ വരുന്നു. ഇപ്പോൾ പ്രാപിച്ചു. ഇപ്പോൾ ഒരു നിയോഗത്തിന്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദേവദാസനെ ഭക്തിത്തന്നു ചിലരുടെ പ്രാർത്ഥന മുറിക്കകത്ത് ചില കർത്താവിനെ കാണാൻ പോവുകയാണ്. ആരൊക്കെയാണെന്ന് എനിക്കറിയുന്നില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞ കർത്താവെ ഞാൻ കർത്താവിനെ കാണട്ടെ.
മുമ്പിലേക്ക് കർത്താവ് വരണമെന്ന് പറഞ്ഞാട്ടെ. ചിലർ ദൈവ സാന്നിധ്യത്തെ മുറിക്കകത്ത് അനുഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ചില ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ ചുമക്കാൻ പോകുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊന്നും കണ്ടില്ല, ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊന്നും അനുഭവിച്ചില്ല. എന്നാൽ ഇന്നു മുതലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വ്യത്യാസം കാണാൻ പോകും. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. രാജാവേ, ഞങ്ങളെ വാഴ്ത്തുന്നു. ഒരു ആത്മീക അന്തരീക്ഷത്തിന്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ആത്മാവിന്റെ നിയോഗത്തിന്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പത്രോസിന്റെ അകത്ത് ആ ദൂതൻ ഇറങ്ങിയിട്ട് ചിലർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. ചിലർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. അത് ഒരുപക്ഷെ പട്ടണത്തിന്റെ ആയിരിക്കാം, ഒരുപക്ഷെ രാജ്യത്തിന്റെ ആയിരിക്കും, എനിക്കറിയുന്നില്ല. എന്നോട് കർത്താവ് അങ്ങനെ വീണ്ടും പറയാൻ പറയുമ്പോൾ ചിലർക്ക് വേണ്ടി ചില വാതിലുകൾ ഓപ്പൺ ആകും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു വാതിൽ ഓപ്പൺ ആകട്ടെ. നിയോഗം ഞങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ഞങ്ങൾ അതിനെ തന്നെ